എല്ലാവർക്കും നമസ്കാരം. വേദാന്തം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ വേദാന്തം തുടങ്ങുന്നത്? അതോ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ വേദാന്തം തുടങ്ങുന്നത്? അല്ലെങ്കിൽ വേദവാക്യങ്ങൾ, ഉപനിഷത്തുക്കൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണോ വേദാന്തം തുടങ്ങുന്നത്? എന്നാൽ അതിശയകരമായി പറയട്ടെ, വേദാന്തം ആരംഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. തുടക്കത്തിൽ തന്നെ വേദാന്തം നമ്മളോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നു. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ മനസ്സുമല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ വരും. ഞാൻ ശരീരവുമല്ല, മനസ്സുമല്ല, എങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഈ ചോദ്യമാണ് വേദാന്തത്തിന്റെ ആരംഭം. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. വേദങ്ങൾ, വേദാന്തം, മഹാവാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ പരമ്പരയാണിത്. ഈ സീരീസിലെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് വേദാന്തം ആരംഭിക്കുന്നത്? വേദാന്തം ആദ്യം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഒരു നിമിഷം നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്ന് കരുതൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് പറയുന്നു, പിന്നെ ജോലി പറയുന്നു, പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ റോൾ, അച്ഛൻ, അമ്മ, നിങ്ങളുടെ മാനസികാവസ്ഥ, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ ടെൻഷനാണ്, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ വേദാന്തം ഇതെല്ലാം കേട്ടതിന് ശേഷം പറയുന്നു, ഈ പറഞ്ഞതൊന്നും നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ആണ് വിവരിക്കുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒന്നുണ്ട്. അതിനെയാണ് വേദാന്തം നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് വിളിക്കുന്നത്. ഈ സ്വരൂപത്തെ യുക്തിപൂർവം സ്ഥാപിക്കുന്നതിന് വേണ്ടി വേദാന്തം ആദ്യം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും രണ്ട് അടിസ്ഥാന ഘടകങ്ങളായി തിരിക്കുന്നു. ഒന്ന് നിങ്ങളും, മറ്റത് നിങ്ങളല്ലാത്തതും. അതായത് നിങ്ങളിൽ മാറ്റമില്ലാതെ, മരണമില്ലാതെ, ശാശ്വതമായി, ലിമിറ്റ്ലെസ് ആയി തുടരുന്ന ഒരു ഘടകമുണ്ട്. എന്നാൽ അതേ നിങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന, താൽക്കാലികമായ, പരിമിതനായ ഒരു ഘടകവുമുണ്ട്. അപ്പോൾ വേദാന്തം ഈ രണ്ട് ഘടകങ്ങളെ ആദ്യം വിഭജിക്കുന്നു. നമുക്കിനി വേദാന്തം ഈ ഘടകങ്ങൾക്ക് എന്ത് പേരാണ് നൽകുന്നത് എന്ന് നോക്കാം. വേദാന്തം എല്ലാത്തിനെയും രണ്ട് വിഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. കോൺഷ്യസ്നസ്, മാറ്റർ, അല്ലെങ്കിൽ വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിത്, ജഡം. അതായത് നിങ്ങളിൽ മാറാത്ത ഒന്ന് കോൺഷ്യസ്നസ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് മാറ്റർ ആണ്, ജഡമാണ്. പല പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നു. ആത്മ എന്ന് പറയുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന പരിമിതമായ ഘടകത്തെ അനാത്മ എന്ന് പറയുന്നു. ചില തത്വചിന്തകളിൽ പുരുഷൻ, പ്രകൃതി എന്ന രീതിയിൽ ഇതിനെ വിഭജിച്ചിരിക്കുന്നു. വേദാന്തത്തിന്റെ തന്നെ അറിയുന്നവനും അറിയപ്പെടുന്നവനും എന്ന രീതിയിൽ വിഭജിച്ചിരിക്കുന്നു. സിയർ ആൻഡ് സീ, കാണുന്നവനും കാഴ്ചകളും എന്ന രീതിയിൽ വിഭജിച്ചിരിക്കുന്നു. ഇതിൽ എല്ലാത്തിലും ഈ വിഭജനം വളരെ വ്യക്തമായി കാണാൻ കഴിയും. അതായത് ശാശ്വതമായ നിങ്ങളെയും താൽക്കാലികമായ നിങ്ങളെയും, എല്ലാം അറിയുന്ന നിങ്ങളെയും എല്ലാം അറിയപ്പെടുന്ന നിങ്ങളെയും, ഇത് രണ്ടിനെയും തമ്മിൽ വിഭജിച്ചിരിക്കുന്നു. എക്സ്പീരിയൻസർ, എക്സ്പീരിയൻസഡ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാൻ ഈ വീഡിയോ കാണുന്നു എന്ന അറിവ് ഉള്ള നിങ്ങളെയും വിഭജിച്ചിരിക്കുന്നു. എന്നാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഈ രണ്ട് വിഭാഗങ്ങളെ വളരെ മനോഹരമായ രണ്ട് വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നു. അതാണ് ക്ഷേത്രം, അനുഭവങ്ങളുടെ മണ്ഡലം, ദ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, ക്ഷേത്രജ്ഞ. ഈ ക്ഷേത്രത്തെ അറിയുന്ന ആൾ, അതായത് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. നമുക്ക് ആ ഭഗവത്ഗീത ശ്ലോകം ഒന്ന് നോക്കാം. ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീതയിൽ ജ്ഞാനയോഗ ഉപദേശം ആരംഭിക്കുന്നത് 13-ാമത്തെ അധ്യായം മുതലാണ്. നോക്കൂ, ഭഗവാൻ കൃഷ്ണൻ ജ്ഞാനം ആരംഭിക്കുന്നത് തന്നെ ഈ രണ്ട് അടിസ്ഥാന വിഭജനങ്ങൾ ചെയ്തിട്ടാണ്. ഇതാണ് വേദാന്ത പഠനത്തിന്റെ ആരംഭം. ശ്ലോകം ഇതാണ്: ഇദം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭ്യധീയതേ ഏതത് യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തത്വതഃ. ഇതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ഇതാണ്: അർജുന, ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തെ അറിയുന്നവനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് ജ്ഞാനികൾ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഭഗവാൻ
യാഥാർത്ഥ്യത്തെ വീണ്ടും രണ്ട് ഭാഗങ്ങളായി തിരിച്ചു. ഒന്നാമത്തേത് ക്ഷേത്രം, അതായത് നിങ്ങളുടെ ശരീരം, മനസ്സ്, ബുദ്ധി, വികാരങ്ങൾ, ചിന്തകൾ, ഈ പ്രപഞ്ചം, മറ്റു ജീവജാലങ്ങൾ എല്ലാം നിങ്ങൾ അറിയുന്നതാണ്, ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. രണ്ടാമത്തേത് ക്ഷേത്രജ്ഞ. ഇനി ഇതിനെ എല്ലാം അറിയുന്ന ഒരു ചൈതന്യമുണ്ട്, അതാണ് ക്ഷേത്രജ്ഞൻ. ആ ശുദ്ധ ചൈതന്യമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ അറിയുന്നു, മനസ്സിനെ അറിയുന്നു. ഒന്ന് അറിയുന്ന വസ്തുവും മറ്റേത് അറിയപ്പെടുന്ന ബോധവുമാണ്. ഇവ രണ്ടും ഒന്നല്ല. പ്രിയമുള്ളവരെ, ഈ അറിവിൽ നിന്ന് അല്ലെങ്കിൽ ഈ തിരിച്ചറിവിൽ നിന്നാണ് വേദാന്തത്തിന്റെ ആരംഭം. ഈ ആരംഭം 4 ഘട്ടങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ദർശനം നൽകുന്നു. ഇനി നമുക്ക് വേദാന്തത്തിന്റെ ആ 4 ഘട്ടങ്ങൾ ഏതാണെന്ന് നോക്കാം. വേദാന്തം ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് വളരെ മനോഹരമായ 4 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ ഘട്ടം വിവേകം, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ വിഭജനം. അതിലൂടെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നു. നേതി, അതായത് അസത്യമായ ഐഡന്റിറ്റിയിൽ നിന്ന് സത്യമായ ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം നിധിധ്യാസനം, യഥാർത്ഥ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. അവസാനത്തേത് അദ്വൈത ദർശനം. ഈ ഒരു സത്യം മാത്രമേ ഉള്ളൂ, മറ്റതെല്ലാം മിഥ്യയാണെന്നുള്ള ബോധം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടായി തോന്നുന്നത് ഒടുവിൽ ഒന്നായി പരിഹരിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. വേദാന്തത്തിന്റെ ആദ്യ പടി വിവേകമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സാധന ചതുഷ്ടയം എന്ന ഒരു യോഗ്യത പഠിച്ചു. അതിൽ ആദ്യത്തെ പോയിന്റ് വിവേകമായിരുന്നു. അതായത് കൂടിച്ചേർന്ന് കിടക്കുന്ന രണ്ടിനെ വേർതിരിക്കാനുള്ള നമ്മുടെ കഴിവ്. ഇവിടെ വേർതിരിക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിവിഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മനസ്സുകൊണ്ട് വേർതിരിക്കണം. കാരണം നമ്മളുടെ യാഥാർത്ഥ്യം കൂടിച്ചേർന്ന് കിടക്കുന്ന യാഥാർത്ഥ്യത്തെ സെപ്പറേറ്റ് ആക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു സ്വർണ്ണ മോതിരത്തിനെയും സ്വർണത്തിനെയും രണ്ടായി നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. എന്നാൽ മാനസികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒന്ന് എന്നത് നാമരൂപവും അടുത്തത് എന്നത് അതിന്റെ അടിസ്ഥാനവുമാണ് എന്നാണ്. അതേപോലെയുള്ള ഒരു വിഭജനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, ചിന്തകൾ വരികയും പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം അറിയുന്ന ചൈതന്യം, കോൺഷ്യസ്നസ് ഒരിക്കലും മാറുന്നില്ല. വേദാന്തം പറയുന്നത് ഈ രണ്ടിനെയും മനസ്സിൽ വ്യക്തമായി വേർതിരിച്ചറിയുക. ഇതാണ് വിവേകം, ആദ്യത്തെ പടി. അനിത്യത്തെയും നിത്യത്തെയും തിരിച്ചറിയുക, സത്യത്തെയും മിഥ്യയെയും തിരിച്ചറിയുക, ആത്മയും അനാത്മയും തിരിച്ചറിയുക, ചൈതന്യവും ജഡവും തിരിച്ചറിയുക. ഇതാണ് വേദാന്തത്തിന്റെ ആദ്യ പടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടം നോക്കാം. രണ്ടാമത്തെ ഘട്ടത്തിൽ വേദാന്തം പറയുന്നത് മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം തെറ്റായ ഐഡന്റിറ്റി, തെറ്റായ ബോധമാണെന്നാണ്. നമ്മൾ ശരീരത്തെ ഞാൻ എന്ന് കരുതുന്നു, മനസ്സിനെ ഞാൻ എന്ന് കരുതുന്നു. അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളാകുന്നു, മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും എന്റെ ദുഃഖമാകുന്നു. ഈ തെറ്റായ ബോധം, ഐഡന്റിറ്റി മാറ്റാനാണ് വേദാന്തം പറയുന്നത്. അതിന് വേദാന്തം ഉപയോഗിക്കുന്ന പ്രശസ്തമായ ഒരു മാർഗമാണ് നേതി. ഇതല്ല, ഇതുമല്ല, ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ എൻ്റെ വികാരങ്ങളല്ല, മറിച്ച് ഞാൻ ഇതിനെയെല്ലാം അറിയുന്ന ശുദ്ധ ചൈതന്യമാണ്, പ്യുവർ കോൺഷ്യസ്നസ് ആണ്. ഇതാണ് വേദാന്തത്തിന്റെ രണ്ടാം ഘട്ടം. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ സത്യവും മിഥ്യയും വേർതിരിച്ച് മനസ്സിലാക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ മിഥ്യ ഞാൻ അല്ല എന്ന് നിങ്ങൾ നേതി എന്ന ടെക്നിക്കിലൂടെ അതിനെ നിഷേധിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി സത്യമായി മാറുന്നു. ഞാൻ പരിമിതനാണ് എന്ന ബോധത്തിൽ നിന്ന് ഞാൻ ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ്, അപരിമിതനാണ് എന്ന ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് മൂന്നാം ഘട്ടം നോക്കാം. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ പുതിയ ബോധത്തിൽ, അതായത് ആത്മബോധത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യം തീരുന്നില്ല. ആ അറിവ് ജീവിതത്തിൽ ഉറയ്ക്കണം. കാരണം സത്യം അറിഞ്ഞ ശേഷവും പഴയ ശീലങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരും. നിങ്ങൾ ചിന്തിക്കൂ, വർഷങ്ങളായി നിങ്ങൾ ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന ബോധത്തിൽ ജീവിക്കുന്നു.
ആ ബോധം തെറ്റായിരുന്നു എന്നും ഞാൻ എന്നത് യഥാർത്ഥത്തിൽ മനസ്സും ശരീരവുമല്ല, മറിച്ച് അതിനെ അറിയുന്ന ശുദ്ധ ചൈതന്യമാണെന്നും ഒരു പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ മനസ്സിന്റെ തലത്തിൽ, വികാരങ്ങളുടെ തലത്തിൽ ആ അറിവ് അല്ലെങ്കിൽ ആ തിരിച്ചറിവ് എത്തണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അതാണ് നിധിധ്യാസനം കൊണ്ട് വേദാന്തം ഉദ്ദേശിക്കുന്നത്. ആ സത്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. അതാണ് നിധിധ്യാസനം. പ്രിയമുള്ളവരെ, ഈ നിധിധ്യാസനം എന്നത് ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് സംഭവിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും, പക്ഷെ ഐഡന്റിറ്റി ഷിഫ്റ്റ് വളരെ സാവധാനത്തിലെ സംഭവിക്കൂ. ഇതിനെയാണ് ആത്മനിഷ്ഠം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഇനിയാണ് വേദാന്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഉപദേശം വരുന്നത്. നമ്മൾ ആദ്യ ഘട്ടത്തിൽ യാഥാർത്ഥ്യത്തെ 2 വിഭാഗങ്ങളാക്കി മനസ്സിലാക്കി, അറിയുന്നതും അറിയപ്പെടുന്നതും, നോവർ ആൻഡ് നോൺ. പക്ഷേ ഇപ്പോൾ വേദാന്തം പറയുന്നു, നിങ്ങൾ ഒന്നുകൂടി എല്ലാത്തിൻ്റെയും യാഥാർത്ഥ്യം നോക്കൂ. സത്യത്തിൽ ഒരു യാഥാർത്ഥ്യം പല നാമരൂപത്തിൽ കാണപ്പെടുന്നു. തിരമാലകൾ എല്ലാം പല ആകൃതിയും പല വലിപ്പവുമാണെങ്കിലും അവയുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വെള്ളം മാത്രമാണ്. ഒരു ജ്വല്ലറിയിൽ ആയിരക്കണക്കിന് വ്യത്യസ്ത പേരിലും രൂപത്തിലുമുള്ള ആഭരണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ ആഭരണങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വർണമാണ്. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം ബ്രഹ്മമാണ്. എന്നാൽ അത് പല പേരുകളിലും പല രൂപങ്ങളിലും കാണപ്പെടുന്നു. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒന്നിനും സ്വതന്ത്രമായ അസ്തിത്വമില്ല. അപ്പോൾ രണ്ടില്ല, ഇവിടെ ഒന്നേയുള്ളൂ. അതാണ് അദ്വൈത ദർശനം. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമായി മനസ്സിലാക്കാം. വേദാന്തത്തിന്റെ ഈ 4 ഘട്ടങ്ങളെ ജ്വല്ലറിയിലുള്ള ഒരു സ്വർണ്ണവളയുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഒരു ജ്വല്ലറി ഷോറൂമെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു കഥയുടെ രൂപത്തിലാണ് നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു വേദാന്ത ഗുരു ഒരു ആഭരണ കടയിൽ കയറി എന്ന് സങ്കല്പിക്കൂ. ആ ഗുരു അവിടെ കണ്ട ഒരു വളയോട് ചോദിക്കുന്നു, നീ ആരാണ്? ആ വള അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ വളയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ആദ്യം നീ നിന്റെ പേരും രൂപവും നിന്റെ യഥാർത്ഥ വസ്തുവിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. വള ചിന്തിക്കാൻ തുടങ്ങി. ഈ ജ്വല്ലറിയിൽ ആയിരക്കണക്കിന് ആഭരണങ്ങളുണ്ട്. വള, മാല, കമ്മൽ, മോതിരം. എൻ്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് വള എന്ന പേര് വന്നത്. എൻ്റെ സ്വരൂപം സ്വർണമാണ്. ഇതുപോലെ വേദാന്തം ആദ്യം നമ്മളിലെ സത്യത്തെയും മിഥ്യയെയും, നമ്മളിലെ മാറുന്ന ഘടകവും മാറാത്ത ഘടകവും വേർതിരിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഗുരു പറഞ്ഞു, ഇപ്പോൾ നിന്റെ രൂപത്തിനും നാമത്തിനും അപ്പുറമുള്ള യാഥാർത്ഥ്യം കണ്ടു. ഈ കടയിലെ ആൾക്ക് നിന്റെ ഡിസൈൻ മാറ്റണം എന്ന് തോന്നിയാൽ അവർ നിന്നെ ഉരുക്കുന്നു. അപ്പോൾ പിന്നെ നീ വളയല്ല, പക്ഷേ നിന്റെ യാഥാർത്ഥ്യം മാറുന്നില്ല. അപ്പോഴും നീ സ്വർണമാണ്. അപ്പോൾ നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വളയല്ല, മറിച്ച് സ്വർണമാണ്. വള വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇതുപോലെ വേദാന്തം നമ്മുടെ തെറ്റായ ബോധത്തിനെ മാറ്റി ശരിയായ ബോധം, റൈറ്റ് ഐഡന്റിറ്റി ഉൾക്കൊള്ളാൻ പറയുന്നു. ഗുരു വീണ്ടും വളയോട് ഞാൻ വളയല്ല, ഞാൻ സ്വർണമാണ് എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ പറയുന്നു. ഇതേപോലെ വേദാന്തം നമ്മളോട് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ഇതിനെ അറിയുന്ന ബോധമാണ്, ശുദ്ധ ചൈതന്യമാണ് എന്ന ബോധ്യത്തോടെ ധ്യാനം ചെയ്യാൻ പറയുന്നു. അതാണ് 3ാമത്തെ ഘട്ടമായ നിധിധ്യാസനം. നിധിധ്യാസനത്തിലൂടെ സാവധാനം നമ്മുടെ ബോധം മാറുന്നു. അവസാനം ഗുരു വളയോട് വീണ്ടും ചോദിക്കുന്നു, ഇനി നീ ഈ ഷോറൂമിലേക്ക് നോക്കൂ. ആയിരക്കണക്കിന് വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. വള, മാല, മോതിരം, ബ്രേസ്ലെറ്റ് മുതലായവ. ഇവിടെ നീ എത്ര വസ്തുക്കളെ കാണുന്നു? വള പറഞ്ഞു, ഒരേ ഒരു വസ്തു, സ്വർണം മാത്രം. നാമരൂപത്തിന്റെ തലത്തിൽ അനവധി വസ്തുക്കൾ കാണപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിന്റെ തലത്തിൽ ഒരേ ഒരു വസ്തു, സ്വർണം മാത്രമേയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. ഒരു ജ്വല്ലറി ഷോറൂമിൽ സ്വർണമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതേപോലെ ആത്മജ്ഞാനം നേടിയ ഒരാൾക്ക് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ബ്രഹ്മം പല പേരുകളിലും പല രൂപങ്ങളിലും പല പ്രവൃത്തികളിലും, അതായത് നാമരൂപ വ്യവഹാരങ്ങളോടു കൂടി വ്യത്യസ്തമായി തോന്നുന്നു.
എന്നാൽ ബ്രഹ്മം മാത്രമേയുള്ളൂ. സർവം കൽവിതം ബ്രഹ്മ എന്ന ഉപനിഷത്ത് വാക്യം നമ്മൾ ഓർക്കുക. അതാണ് വേദാന്തത്തിന്റെ അന്തിമ ദർശനം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് വേദാന്തം ആരംഭിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയോടെയാണെന്ന് കണ്ടു. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ മനസ്സല്ല. അതിനുശേഷം വേദാന്തം നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തെയും മിഥ്യയെയും വിവേകത്തോടെ വേർതിരിച്ചറിയാനാണ്. മാറിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറാത്ത യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ഐഡന്റിറ്റി, അതായത് നമ്മുടെ ബോധം ഷിഫ്റ്റ് ചെയ്യാൻ, മാറ്റാൻ വേദാന്തം പറയുന്നു. പിന്നീട് ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേദാന്തം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനം ഒരേ ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിയൽ. ആ യാഥാർത്ഥ്യം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപവും. ഇതിനെയാണ് ശങ്കരാചാര്യർ ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചത്. ബ്രഹ്മസത്യം, ബ്രഹ്മം മാത്രമാണ് പരമമായ സത്യം. ജഗത് മിഥ്യ, ഈ ലോകം എന്നത് നാമത്തിന്റെയും രൂപത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബ്രഹ്മത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന മിഥ്യയാണ്. ജീവോ ബ്രഹ്മൈവ നാപര, ഈ ജീവൻ, അതായത് നിങ്ങൾ ഈ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര. ഇതാണ് വേദാന്ത സത്യം. പ്രിയമുള്ളവരെ, വേദാന്തം ഈ സത്യത്തിൽ അവസാനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വേദാന്തത്തിന്റെ ആരംഭം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള തുടക്കം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.